നമസ്കാരം. തടൈ ന്യൂസിലേക്ക് സ്വാഗതം. 2026 ഏപ്രിലിൽ ഖജനാവിലുണ്ടായിരുന്നത് 5263 കോടി രൂപയെന്ന് കണക്കുകൾ. നേരത്തെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. എന്നാൽ ഖജനാവിൽ 5263 കോടി രൂപ ബാലൻസ് ഉണ്ടെന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു. ഈ വാദം സാധൂകരിക്കുന്നതാണ് ധവളപത്രത്തിൽ പുറത്തുവന്ന കണക്കുകൾ. സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഏകദേശം 80% ശമ്പളം, പെൻഷൻ, പലിശ അടവ് എന്നിവയ്ക്കാണ് ചിലവാക്കുന്നതെന്ന് ധവളപത്രം. ഈ സാഹചര്യം ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തികമായി നിലനിൽക്കുന്നതല്ലെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥൻ അനുഭവ സമ്പത്ത് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പ്രായത്തിലാണ് വിരമിക്കുന്നത്. വിരമിക്കൽ പ്രായം 1 വർഷം വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിന് ഏകദേശം 6000 കോടി രൂപയുടെ വിരമിക്കൽ ആനുകൂല്യ ചെലവ് ലഭിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. കേന്ദ്ര സർക്കാരിനെ പോലെ 10 വർഷത്തിലൊരിക്കൽ മാത്രം ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്നതും പരിഗണിക്കാവുന്ന നിർദ്ദേശമാണ്. അതോടൊപ്പം സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമതയും ഉത്തരവാദിത്തവും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു.